കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കൃപയുടെ നാഥനായ നമ്മുടെ കർത്താവ് ഇന്ന് ഈ രാത്രിയിലും നമുക്കായി ജീവിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ കൃപയുടെ രാജാവ്, കൃപയുടെ നിറവ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപമേൽ കൃപ എന്നൊരു പദം യോഹന്നാൻ പറയുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് അവിടുത്തെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം യേശു കർത്താവിൻ്റെ സ്നേഹം വീണ്ടും തൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടാണ് യോഹന്നാൻ കൃപമേൽ കൃപ എന്ന് പറയുന്നത്. എങ്ങനെയാ വാക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു? കാരണം ഈ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ദൈവം തൻ്റെ നന്മകൾ പകരുന്നതിനെയാണ്. ഒരിക്കലും അർഹതയില്ല, പ്രാപിക്കാൻ ഒരു ഗുണവും പറയാനില്ല. പാപി അല്ലെങ്കിൽ ദൈവത്തിന് എതിരായി നടന്നവർ, അവർക്ക് പോലും ദൈവം ചെയ്യുന്ന ഫേവറാണ് കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ദൈവകൃപ അല്ലെങ്കിൽ ദൈവസ്നേഹം, ഇതൊക്കെ ഒരേ വാക്കിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരേ സ്വഭാവത്തിൻ്റെ രണ്ട് വെളിപ്പെടുത്തലുകളെന്നേ പറയാനുള്ളൂ. ദൈവത്തിൻ്റെ കൃപ, ആ കൃപയുള്ളിടത്ത് തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹവും പ്രവർത്തിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് നിരവധി തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. എൻ്റെ ഓരോ പാപത്തിനും ദൈവം ശിക്ഷിക്കുമോ? എന്നെ കൈവിട്ട് കളയുമോ? എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലേ? അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ മനുഷ്യൻ ചെയ്ത പാപത്താൽ അകന്നു പോയപ്പോൾ ദൈവത്തെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ മനുഷ്യർക്കുണ്ടായി. എന്നാൽ പൗലോസ്ലീഹ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നാം ശത്രുക്കളായിരുന്നിട്ടും അവൻ നമ്മെ സ്നേഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ, നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നന്മയും, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു യത്നവും ദൈവകൃപ പ്രാപിക്കാനായിട്ട് ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. ആ കൃപ തരണേന്ന് ഇനി ആരും പറയേണ്ട, കൃപയുടെ കീഴിലാണ് നമ്മൾ. അതുകൊണ്ടാണ് പൗലോസ് മറ്റൊരു വേദഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഞാനിന്ന് നിങ്ങളോട് ഈ പ്രാരംഭമായ വാക്കുകൾ സംസാരിക്കുമ്പോൾ പ്രഭാത സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുക. സൂര്യൻ്റെ വെളിച്ചത്ത് നിന്നാണ് ഞാനത് പറയുന്നത്. ഞാൻ എൻ്റെ ചുറ്റും നോക്കുമ്പോൾ വെളിച്ചം കടന്നു ചെല്ലാത്ത ഒരു സ്ഥലവുമില്ല. സൂര്യൻ ഉദിച്ചു നിൽക്കുക, ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. അതേതുപോലെ തന്നെയാ ദൈവകൃപ ഉദിച്ചു നിൽക്കുക. ആരാ യേശു ക്രിസ്തു? ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വന്നയാളാണോ? അല്ല. ദൈവത്തെ മനുഷ്യർക്ക്, ആ കൃപയുടെ ദൈവത്തെ, ആ സ്നേഹത്തിന്റെ ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാകാഞ്ഞപ്പോൾ ഇനി ഒരു മറയും വേണ്ട, ഇനി ഒരു ധാരണപ്പിശകുകൾ വേണ്ട, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ദൈവം തീരുമാനിച്ചു. അങ്ങനെ ദൈവം മനുഷ്യനായിട്ട് ഇവിടെ അവതരിച്ച് ആ ദൈവസ്നേഹം, ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യരൂപത്തിൽ ഇവിടെ വന്ന് നടകൊണ്ടതാണ് യേശുക്രിസ്തു. അവൻ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടവരെ, മോശയുടെ ന്യായപ്രമാണപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലേണ്ടിയവരെ എൻ്റെ കർത്താവ് സ്നേഹിച്ചു. എല്ലാവരും പാപി എന്ന് വിളിച്ചവരെ, ചുങ്കക്കാരൻ എന്ന് പറഞ്ഞ് തള്ളിയവരെ കർത്താവ് കൈക്കൊണ്ടു അവരുടെ വീടുകളിൽ ചെന്നു അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു. അന്നത്തെ മതത്തിന്റെ ആൾക്കാർ ഒത്തിരി അതിനകത്ത് യേശുവിനെ വിമർശിച്ചു. കാരണം ഒരു മതനേതാവെന്നോ അല്ലെങ്കിൽ ഒരു ഗുരുവെന്നോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആത്മീയ ആചാര്യനെന്നോ ഒക്കെ പറയുന്ന ഒരാൾ തന്നെ മാറ്റി വലിയൊരു ആത്മീയ പരിവേഷത്തിൽ ഇരിക്കണമെന്നായിരുന്നു അന്നത്തെ മതം ചിന്തിച്ചത്. എന്നാൽ യേശുവിനെ അവിടെ അല്ല കണ്ടത്. യേശു കർത്താവ് പാപികളുടെ മധ്യത്തിൽ. ചുരുക്കി പറഞ്ഞാൽ, ഈ നീതി സൂര്യൻ, ഈ കൃപയുടെ സൂര്യൻ ഉദിച്ചു നിൽക്കുക. ഇന്നെന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ, യേശുവെ എന്നെ സ്നേഹിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല, യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ കൃപയുടെ കീഴില, കരുണയുടെ കീഴില. നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ, ഒരു വലിയ ഡാം, അതിൽ നിറയെ എന്തോ പറയുന്നത് ഗാലൻ കണക്കിന് അല്ലെങ്കിൽ കോടി ഘന അടി വെള്ളം കിടക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഇരുന്നാൽ അതിഭയങ്കര സമ്മർദ്ദത്തിലാണ് ഞാൻ. വെള്ളം എനിക്ക് ചുറ്റും നിൽക്കുക. വാസ്തവത്തിൽ ദൈവകൃപ ഇതുപോലെയാ. നമ്മൾ ദൈവസ്നേഹത്തിന്റെ ഡാമിൽ, ആ സമ്മർദ്ദത്തിന്റെ കീഴിൽ നമ്മളെ മുക്കിയിട്ടിരിക്കുക. ഇനി നാം ചെയ്യേണ്ടത് ഒന്നൊന്ന് വായ് തുറന്നാൽ മതി, വെള്ളം അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞ പോലെ, എൻ്റെ യേശുവേ ഇതാ ഞാനെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പ്രവഹിക്കും. അതിനുവേണ്ടി ഞാനായിരിക്കുന്ന കൂട്ടത്തിലേക്ക് വരണമെന്നില്ല. എവിടെ നിങ്ങളായിരിക്കുന്നു ആ മുറിയിലിരുന്ന് എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ കർത്താവിൻ്റെ സ്നേഹം വന്ന് നിറയും, പൊതിയും. കർത്താവിന് വിടുവിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ വിടുവിക്കാത്തതല്ല, പലപ്പോഴും നമ്മളത് ഏറ്റെടുക്കാത്തതാണ്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ
ഒരു പക്ഷപാതം പിടിച്ച് കടന്നൊരു വ്യക്തിയോട് കർത്താവ് ചോദിക്കുക, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? എനിക്ക് പണ്ടേ മനസ്സാണെന്നാണ് കർത്താവ് പറയുന്നത്. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിൽ കൂടെ എനിക്കിന്ന് ഉറപ്പുണ്ട്, യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ തൊടാൻ പോവുക. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ നിങ്ങളുടെ ഏതു ഭാരമുള്ള പ്രശ്നമാണോ, കർത്താവ് അതിനൊരു മറുപടി തരാൻ പോവുക. യേശു കർത്താവിൻ്റെ കൃപയിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാവും, അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. സുവിശേഷം എല്ലാവർക്കും ഉള്ളതാ. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് വായിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവരുടെ പ്രത്യേകത പറയും അടുത്ത വാക്യം. അവർ രക്തത്തിൽ നിന്നല്ല ജനിച്ചത്, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല ജനിച്ചത്, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ജനിച്ചത്, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. എവിടുന്നാ ജനിച്ചത്? ഇത് കൂടുതൽ എങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്നേ? അടുത്തിരിക്കുന്നവരോട് പറ, സ്തോത്രം. നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചറിയണം. അകത്തൊക്കെ ചിലതൊന്ന് സംഭവിക്കട്ടെ, ഉള്ളിൽ ചിലതൊക്കെ ഒന്ന് പൊട്ടി വിരിയട്ടെ, ചിലതൊക്കെ ഒന്ന് എറിയട്ടെ, ഉള്ളമൊക്കെ ഒന്ന് തുടിക്കട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ അത്ഭുതമുണ്ട് സഹോദര, നിങ്ങളുടെ വാക്കുകളിൽ അത്ഭുതമുണ്ട്. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് സകല വൃക്ഷങ്ങളും വൃക്ഷലതാദികളും മുളയ്ക്കട്ടെ. എന്തേലുമൊക്കെ മുളയ്ക്കട്ടെ എന്നല്ല പറഞ്ഞത്. എല്ലാം മുളച്ചു കഴിഞ്ഞപ്പം ഇതായിരുന്നോ, ഇതാണോ മാങ്ങ? അങ്ങനല്ല. അവൻ ഹൃദയത്തിൽ മാവ് കണ്ടോണ്ടാ കൽപ്പിച്ച്. അതിൻ്റെ ഓരോ കോശങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊരു മാമ്പഴം എടുത്ത് നോക്കിയേ, ഒരു കൈതച്ചക്ക എടുത്ത് നോക്കിയേ, അത് മുഴുവൻ തൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ, രൂപരേഖയായിട്ടുണ്ടായിരുന്നു. ചുമ്മാ തോന്നിയതൊക്കെ ചെയ്തവനല്ല, എല്ലാം വ്യക്തമായി ചെയ്തിട്ട് നല്ലത് എന്ന് ദൈവം കണ്ട്, സ്തോത്രം. ഇത്രയും പദ്ധതികൾ ചെയ്ത കർത്താവിന് നിന്റെ ജീവിതം മനോഹരമാക്കുന്ന ഒരു പദ്ധതി കർത്താവ് ചെയ്തിട്ടുണ്ട്. അത് മനോഹരമാക്കാൻ വേണ്ടി ഏത് തകർന്ന വ്യക്തിയെ മനോഹരമാക്കാൻ ഒരു പദ്ധതി കൂടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയുന്നതിരിക്കട്ടെ, എൻ്റെ ജീവിതം തകർന്നായിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം, തകർന്ന നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരു പദ്ധതി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 1 കാണുന്ന സൃഷ്ടിപ്പുണ്ടല്ലോ, മനോഹരമായിട്ട് ഇതിനെല്ലാം സൃഷ്ടിച്ചത്. അതിനു മുമ്പേ ഈ ഭൂമി തകർന്നു പോയതാ. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നെന്നാണ് വേദപണ്ഡിതന്മാർ മനസ്സിലാക്കി പറയുന്നത്. പൈശാചിക ശക്തികൾ ദൈവസന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ ദൂതന്മാർ അഹങ്കരിച്ച് ദൂതന്മാർ വെട്ടേറ്റ് നിലത്ത് വീണപ്പോൾ അവരുടെ വീഴ്ചയാൽ തകർച്ച വന്ന ഭൂമിയെ ദൈവം രണ്ടാമതൊരു പദ്ധതി ഇട്ട് പുനഃസൃഷ്ടിച്ച ചരിത്രമാണ് ഉൽപ്പത്തിയിലെ സൃഷ്ടി. അങ്ങനെയാണെങ്കിൽ സാത്താന്റെ ആ പാപത്താൽ തകർന്നുപോയ, ശാപത്താൽ തകർന്നുപോയ ഏതെങ്കിലും ഒരു കുടുംബം, ഏതെങ്കിലും ഒരു വ്യക്തി തകർന്നു, ഇനി ആത്മഹത്യ ചെയ്താക്കാമെന്ന് പറഞ്ഞ് തീരരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല പദ്ധതി കർത്താവിന്റെ കയ്യിലുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവപൈതൽ പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടന്നില്ല, അതില്ല നാം പറയരുത്. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞ, നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ പദ്ധതി കർത്താവിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഇലയൊന്ന് പറിച്ചു നോക്കിയേ, എന്ത് മനോഹരമായിട്ട് ആ തകർന്ന ഭൂമിയിൽ അവനിതിനെ കൊണ്ടുവന്നെങ്കിൽ. സഹോദര, സഹോദരി, നിനക്കു വേണ്ടി, ഈ കർത്താവിനെ അനുസരിക്കുന്ന മക്കൾക്കു വേണ്ടി മനോഹരമായൊരു പദ്ധതി